ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളൂ കേട്ടോ. ക്ലാസ്സിലോട്ട് കിടക്കാം. ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1891 ഏപ്രിൽ 14 മുതൽ 1956 ഡിസംബർ 6 വരെയാണ്. അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത് ഏപ്രിൽ 14-നാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, പിന്നാക്ക വിഭാഗക്കാരുടെ ധീരനായ പോരാളി എന്നൊക്കെ അറിയപ്പെടുന്നു. ഭരണഘടന കരട് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ജനനം 1891 ഏപ്രിൽ 14 ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ മോവ് പട്ടണത്തിൽ. മഹർ സമുദായത്തിലാണ് അംബേദ്കർ ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മേൽജാതിക്കാരായ സഹപാഠികളിൽ നിന്നും അങ്ങേയറ്റത്തെ അപമാനവും പീഡനവും സഹിക്കേണ്ടി വന്നത് മനസ്സിൽ ജാതി വ്യവസ്ഥയോടുള്ള വെറുപ്പിന് കാരണമായി. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. വിദേശത്ത് ഉപരിപഠനം പൂർത്തിയാക്കി ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷന് രൂപം നൽകി. 1920 മൂകനായക് എന്ന ആഴ്ചപ്പതിപ്പ് ആരംഭിച്ചു. 1924 അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചു. 1927 തന്നെ ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി ദ്വൈവാരികയും ആരംഭിച്ചു. 1927 സമാജ് സമതാ സംഘം സ്ഥാപിച്ചു. 1927 സവർണ ജാതിക്കാർക്കെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ചു. 1928 സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തപ്പോൾ അംബേദ്കർ കമ്മീഷനു മുന്നിൽ ഹാജരായി ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ചു. 1930 ഓഗസ്റ്റിൽ നാഗ്പൂരിൽ പിന്നോക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പരിപാടികളെ എതിർത്തു. 1936 അംബേദ്കർ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചു. 1942 ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നാക്കി മാറ്റി. 1945 മുംബൈയിൽ പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് രൂപം നൽകി. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ കരട് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി. അധസ്ഥിതരുടെ പ്രതിനിധിയായി 1930 മുതൽ 1932 വരെ ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു. 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായത് BR അംബേദ്കർ ആയിരുന്നു. 1951 മന്ത്രിപദം രാജിവെച്ചു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചതിനാൽ ആധുനിക മനു എന്നറിയപ്പെടുന്നു. 1956 നാഗ്പൂരിൽ വെച്ച് 2 ലക്ഷത്തോളം അനുയായികളോടൊന്നിച്ച് ബുദ്ധമതത്തിൽ ചേർന്നു. ഒരു ഋഷഭത്തെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്തത് അംബേദ്കർ ആണ്. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അംബേദ്കർ ആണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. വിഭാഗീയതയിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തും എന്ന് അഭിപ്രായപ്പെട്ടത് അംബേദ്കർ ആണ്. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2015 10 രൂപയുടെയും 125 രൂപയുടെയും നാണയങ്ങൾ പുറത്തിറക്കി. അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യയിൽ 2017 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 14 ജലദിനമായി ആചരിച്ചു വരുന്നു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഡോക്ടർ BR അംബേദ്കറുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. വെയ്റ്റിംഗ് ഫോർ എ വിസ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, എഗെയിൻസ്റ്റ് ദ മാഡ്നസ് ഓഫ് മനു, കാസ്റ്സ് ഇൻ ഇന്ത്യ, ദെയർ മെക്കാനിസം, ജനസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ബുദ്ധിസം ഇൻ ഇന്ത്യ. 1956 ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കർ അന്തരിച്ചു. അന്ത്യവിശ്രമ സ്ഥലം മുംബൈയിലെ ചൈതന്യഭൂമിയാണ്. ചൈത്രഭൂമി എന്നും ഇത് അറിയപ്പെടുന്നു. ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കപ്പെടുന്നു. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.